ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ചെറിയൊരു ട്രിപ്പിൻ്റെ വീഡിയോ ആണ്. മുക്കത്തുനിന്ന് നിലമ്പൂർ വരെയുള്ള ട്രിപ്പ്. നിലമ്പൂർ ട്രിക്ക് മ്യൂസിയം കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ലൈൻ ബസ്സിനാണ് പോകുന്നത്. ഞാൻ, ആര്യൻ, അമ്മൂസ്, അല്ലൂസ്, ചേച്ചിയമ്മ, പിന്നെ അനിയത്തിയുണ്ട്, ചേച്ചിയുണ്ട്, അവരുടെ മക്കളുണ്ട്. ഞങ്ങളെല്ലാം കൂടി ലൈൻ ബസ്സിന് പോവുകയാണ്. മുക്കത്തുനിന്ന് അരീക്കോട് വരെയാണ് ബസ് കിട്ടിയത്. പിന്നെ അരീക്കോട് നിന്ന് അങ്ങോട്ട് മാറി കയറി പോവുകയാണ്. വെയിലിന് ചെറുതായിട്ട് ചൂട് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇവർക്ക് ബസ്സിൻ്റെ ഫ്രണ്ടിലിരിക്കുമ്പോൾ ഒരു വ്യൂ ഇഷ്ടമായതുകൊണ്ട് അവർ ഫ്രണ്ടിൽ തന്നെ ഇരുന്ന് അങ്ങനെ കണ്ടുകൊണ്ട് പോവുകയാണ്. അരീക്കോട് എത്തി പിന്നെ മാറി കയറിയിട്ടാണ് നിലമ്പൂരേക്ക് പോകുന്നത്. ഇതാണ് ടീക്ക് മ്യൂസിയത്തിൻ്റെ മെയിൻ എൻട്രൻസ്. ഇവിടെ മുളങ്കാടും അതുപോലെ മറ്റു മരങ്ങളെല്ലാം ഉണ്ട്. ടീക്ക് മ്യൂസിയം എന്ന് പറയുമ്പോഴും മറ്റുള്ള മരങ്ങളും മുളങ്കാടും അങ്ങനെ ചെടിയും ഗാർഡനും ഒക്കെ ആയിട്ടുള്ളൊരു അടിപൊളി എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഏരിയ ആണ്. നമുക്ക് പോയാൽ ഒരുപാട് ഇഷ്ടപ്പെടും. അത്രയും ഒരു കൂളിംഗ് എഫക്റ്റുള്ളൊരു ഏരിയ ആണ് കേട്ടോ. ഇതവിടെ ആർട്ടിഫിഷ്യലായിട്ടുണ്ടാക്കിയ വാട്ടർഫോളാണ്. ചെറിയൊരു വാട്ടർഫോൾ, പക്ഷേ നല്ല അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലൂസ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ കിട്ടിയൊരു ഫ്രീഡത്തിൽ കൈ പിടിക്കാൻ സമ്മതിക്കാതെ ഓടുകയാണ്. മുകളിലോട്ട് ഓടി കയറുന്നു, താഴോട്ട് ഇറങ്ങി പോകുന്നു. അങ്ങനെ തന്നെ ഒരു കളിയായിരുന്നു അല്ലൂസിന്. ഒരു ഭയങ്കര ഫ്രീഡം കിട്ടിയ പോലത്തെ ഒരു സന്തോഷമായിരുന്നു. അവനങ്ങനെ എൻജോയ് ചെയ്ത് നടക്കുകയാണ്. ഇതിനകത്താണ് മ്യൂസിയം ഉള്ളത്. ടീക്ക് മ്യൂസിയം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് കാണുന്ന ആ പിക്ചർ തേക്കിൻ്റെതാണ്. കന്നിമാര ടീക്ക് എന്ന് പറഞ്ഞാൽ പറമ്പിക്കുളത്തുള്ളതാണ്. ഏറ്റവും പഴക്കം ചെന്നതും ലോങ്ങും ആയിട്ടുള്ള ടീക്കാണ്. അതിൻ്റെ പിക്ചർ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് കയറുവാണെങ്കിൽ ഇങ്ങനെ പിക്ചേഴ്സ് കാണാം. ടീക്കിൻ്റെ റൂട്ട്, ടീക്കിൻ്റെ വുഡ്, ടീക്ക് കൊണ്ടുണ്ടാക്കിയ ഫർണിച്ചേഴ്സ്, അങ്ങനെ പല സാധനങ്ങളാണ് ഇവിടെ കാണാനുള്ളത്. അത് റിലാക്സ് ചെയ്ത് കണ്ട് നടക്കാൻ പറ്റുന്നൊരു ഏരിയ ആണ് ഈ ഭാഗങ്ങളൊക്കെ. നന്നായിട്ട് ഫോട്ടോ എടുക്കാനും പറ്റും കേട്ടോ. നല്ല ബാക്ക്ഗ്രൗണ്ട് കിട്ടുന്ന രീതിയിലാണ് ഇവിടുത്തെ ഓരോരോ കോർണേഴ്സും ഉള്ളത്. കുട്ടികൾക്ക് ഓടി നടക്കാനും കഴിയും. നമുക്ക് അപ്പോൾ റിലാക്സ് ചെയ്ത് കണ്ട് നടക്കാം. ഇത് ടീക്കിൻ്റെ വുഡും റൂട്ടിൻ്റെയൊക്കെ ഓരോ മോഡൽസ് വെച്ചേക്കാണ്. ഇതൊരു പഴയ ടേക്കാണ്. ആ തേക്ക് ഉണ്ടായിരുന്ന സമയത്തുള്ള ഹിസ്റ്ററിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് തേക്ക് ഉയടി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള പരമ്പരാഗതമായ സാധനങ്ങൾ, ടേബിള്, ചെയർ എല്ലാം അടിപൊളി ഫർണിഷിംഗ് ആണ് കേട്ടോ. ഒന്നും പറയാനില്ല. അടിപൊളി ഫർണിഷിങ്ങും ഫിനിഷിങ്ങുമാണ്. പിന്നെ HV കനോലി എന്ന് പറയുന്ന ഈ ഇദ്ദേഹമാണ് തേക്കിനും അതുപോലെ നിലമ്പൂരിനും ഒക്കെ പബ്ലിസിറ്റി കൊടുത്തത്. ഇത് തേക്കിൻ്റെ ഒരു സീഡിൻ്റെ മാഗ്നിഫൈഡ് മോഡലാണ്. പിന്നെ ഇങ്ങനെ ടിഷ്യൂ കൾച്ചർ, ക്ലോണിങ്, അങ്ങനെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട കുറേ വ്യൂസ് ഉണ്ട്. ഇതാ തേക്ക് തോട്ടത്തിലുള്ള ഷഡ്പദങ്ങളുടെ മീൻസ് ഇൻസെക്റ്റിൻ്റെയൊക്കെ രൂപങ്ങളാണ്. ഒരുപാടുണ്ട് കാണാൻ. ഈ വീഡിയോയിൽ കാണിച്ചതിനേക്കാൾ കൂടുതലായിട്ട് നമുക്കവിടെ കാണാൻ കഴിയും. ഇതവിടുത്തെ ആനിമൽസ്. ആ തേക്ക് തോട്ടത്തിലുള്ള നിലനിന്ന സമയത്തുണ്ടായിരുന്ന ആനിമൽസാണ്. തേക്കിൻ്റെ മരം കൊണ്ടുണ്ടാക്കിയ, തേക്കിൻ്റെ തടി കൊണ്ടുണ്ടാക്കിയ വെപ്പൺസും പിന്നെ ക്രാഫ്റ്റും ഒക്കെയാണ്. അടിപൊളിയാണ്. നന്നായിട്ട് ഇഷ്ടപ്പെടും. നമുക്ക് കണ്ടാൽ അത്ഭുതം തോന്നുന്ന രീതിയിലുള്ള റെഡിയാക്കി വെച്ചിരിക്കുന്നത് അവരവിടെ എല്ലാം. ഇത് മ്യൂസിയത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷമുള്ളൊരു കാഴ്ചയാണ്. ചെറുതായിട്ട് ഗാർഡനൊക്കെ സ്റ്റാർട്ട് ചെയ്യാണ്. അക്വേറിയം ഉണ്ട്. അങ്ങനെ ചെറുതായിട്ട് ഒരു ഗാർഡൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. ഈ മീനുകൾക്ക് പലരും ബിസ്ക്കറ്റും മറ്റ് പലഹാരങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇട്ട് കൊടുക്കുമ്പോഴാണ് അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ സൈഡിലേക്ക് വരുന്നത്. പിന്നെ ഇവിടെ പാർക്കാണ്. പാർക്ക് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി മാത്രമുള്ള പാർക്കല്ല,
അഡൾട്ട്സിനും എല്ലാവർക്കും നമുക്കൊക്കെ ഇരുന്നിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റുന്നൊരു പാർക്കാണ്. കുട്ടികൾക്കാണെങ്കിൽ ഇങ്ങനത്തെ സ്ലൈഡേഴ്സ് ഉണ്ട്, പിന്നെ മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഊഞ്ഞാൽ ഒക്കെ ആയിട്ടുണ്ട്. എല്ലാത്തിലും ഓടി കയറി കളിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഹൈറ്റിനൊക്കെ അനുസരിച്ചുള്ള സ്ഥലങ്ങളാണ്. അല്ലൂസിന് പിന്നെ ഈ ഓട്ടമാണ് മെയിൻ. ചാടിക്കയറുക, ഇറങ്ങിപ്പോവുക, ഓടുക, ചാടുക, അതൊക്കെയാണ് അല്ലൂസിന്. മണലാണ് അല്ലൂസിൻ്റെ വീക്ക്നെസ്. മണലും മണ്ണും കണ്ട വാരി കളിക്കുക എന്നുള്ളതാണ് അല്ലൂസ് കൂടുതലായിട്ടും ശ്രദ്ധിക്കുക. പിന്നെ ആര്യനൊക്കെ ഇതാ ഇങ്ങനെ ഹാങ് ചെയ്ത് കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആര്യനും ഫൈസിയാണത്. അവരങ്ങനെ കയറിയും തൂങ്ങിയും ചാടിയും ഒക്കെ കളിച്ച് നടക്കുകയാണ്. കുട്ടികൾക്ക് അത്യാവശ്യം കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനുള്ള രീതിയിലുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ട്. ഐസ്ക്രീമും മിഠായി അതുപോലെ മറ്റുള്ള കാര്യങ്ങളെല്ലാം പുറത്തുണ്ട്. പാർക്കിന് പുറത്ത് മ്യൂസിയത്തിൻ്റെ അടുത്തായിട്ടുണ്ട്. അവിടുന്ന് മേടിച്ചുകൊണ്ട് വന്നവർ കഴിക്കുന്നവരും അവിടെ ഇരുന്ന് കഴിക്കുന്നവരും ഒക്കെ ഉണ്ട്. അല്ലൂസിൻ്റെ ഓട്ടമൊക്കെ കഴിഞ്ഞ് മണൽവാരലൊക്കെ കഴിഞ്ഞ് അല്ലൂസ് ഇപ്പോൾ സ്ലൈഡറിലേക്ക് കയറി തുടങ്ങിയതാണ്. സ്ലൈഡറിൽ കയറി തുടങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ അല്ലൂസിന് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ ഇതിനകത്തൊന്നും മാറുന്നേ ഇല്ല. ഇറങ്ങുന്നു, പിന്നെയും കയറുന്നു, നിരങ്ങുന്നു, അത് തന്നെയായിരുന്നു അല്ലൂസിൻ്റെ പരിപാടി. ഇത് ഇച്ചൂസാണ്, ചേച്ചിയുടെ മോനാണ്. നേഴ്സറിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവർക്ക് ഈ ഒരു പ്രായത്തിൽ പറ്റിയവർക്ക് ഉള്ള കുട്ടികൾക്ക് പറ്റുന്ന ഹൈറ്റിലാണ് ഈ സ്ലൈഡർ ഉള്ളത്. അല്ലൂസിന് കൈ പിടിച്ചു കൊടുക്കാനും അല്ലൂസ് സമ്മതിക്കുന്നില്ല. അല്ലൂസ് ഒറ്റയ്ക്ക് സ്റ്റെപ്പ് കയറി ഒറ്റയ്ക്ക് നിറങ്ങി കളിക്കുകയാണ്. കൺമണിയാണ്, യെല്ലോ ഉടുപ്പിട്ട് ആ കുഞ്ഞു കുട്ടി, എൻ്റെ അനിയത്തിയുടെ മോളാണ്. ഒക്കെ സ്റ്റെപ്പ് കയറാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്. പക്ഷേ സ്ലൈഡ് ചെയ്ത് താഴേക്ക് എത്തുമ്പോൾ ചെറുതായിട്ടൊരു പേടിയുണ്ട്. ഇത് അമ്മൂസും ട്രൈ ചെയ്ത് നോക്കുകയാണ്. ആര്യനും ഫൈസിയൊക്കെ കയറുന്ന കണ്ടിട്ട് അമ്മൂസൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. അമ്മൂസിന് അത്രയ്ക്ക് അങ്ങോട്ട് സ്പീഡിൽ കയറാനോ ഒന്നും പറ്റുന്നില്ലെങ്കിലും ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. അമ്മൂസും കൺമണിയും കൂടി അടുത്ത പ്ലേ ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട്.
ആരും വീണ്ടും വീണ്ടും ഇതാണ് ഇഷ്ടപ്പെടുന്നത്. അവന് കൂടുതൽ ഇഷ്ടപ്പെട്ട ഇതാണെന്ന് തോന്നുന്നു. അവൻ പറഞ്ഞു കയറി കളിക്കാൻ നല്ല രസമുണ്ടെന്ന് പറഞ്ഞ് ഇതിലേക്ക് തന്നെയാണ് വീണ്ടും വീണ്ടും എത്തുന്നത്. കൺമണി കുഞ്ഞാണ്, പക്ഷെ ആളൊരു പോക്കിരിയാണ്. അല്ലൂസിനെ കയറാൻ സമ്മതിക്കാതെ കയറാൻ നോക്കുകയാണ് കൺമണി ഒറ്റയ്ക്ക്. അല്ലൂസിന് എങ്ങനെയും കയറണമെന്നുണ്ട്, പക്ഷേ കൺമണി തടസ്സമായിട്ട് നിൽക്കുന്നത് കൊണ്ട് അല്ലൂസിന് കയറാൻ കഴിയുന്നില്ല. കൺമണിക്ക് സ്റ്റെപ്പ് കയറാൻ പറ്റുന്നുണ്ട്, പക്ഷേ ഒറ്റയ്ക്ക് നിരങ്ങാൻ കാണുമ്പോൾ പേടിയായിട്ട് കൺമണി അവിടെ സ്റ്റോപ്പായി പോവുകയും ചെയ്യാണ്. വേറെ ആരെയും കയറാനും കൺമണി സമ്മതിക്കുന്നില്ല. അല്ലൂസിന് ഉന്തിയൊക്കെ നോക്കുന്നുണ്ട്. ഉന്തി മാറ്റി അങ്ങനെ കയറാൻ നോക്കുകയാണ്. കൺമണി ജസ്റ്റ് ഒന്ന് മാറി തക്കം നോക്കി അല്ലൂസ് ഓടി കയറിയിട്ടുണ്ട്. പിന്നെ ഇനി പിടിച്ചിട്ട് കൺമണിക്ക് കിട്ടുന്നില്ല. ഇത് ജ്യൂസാണ്. ഞങ്ങൾ കുറച്ച് സമയം അവിടെ കളിച്ചു കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഗാർഡനിലേക്ക് കയറി. ഗാർഡൻ ഇതുപോലെ കുറേ പുൽത്തകിടിയും പിന്നെ കുറേ ചെടികളും എല്ലാം ഉണ്ട്. നല്ല രസമാണ് കണ്ട് നടക്കാൻ കേട്ടോ, നമുക്ക് ബോറടിക്കത്തില്ല. ഗാർഡനിലേക്കൊക്കെ ഞങ്ങൾ എൻ്റർ ചെയ്തപ്പോഴത്തേക്കും ആഫ്റ്റർനൂൺ ആയിട്ടുണ്ട്. ഒരു 3 o'clock കഴിഞ്ഞു. അതുകൊണ്ട് വെയിലിൻ്റെ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞു. വലിയ കുഴപ്പമില്ലാതെ നമുക്ക് നടന്ന് കാണാൻ പറ്റി. അല്ലൂസും അമ്മൂസും ഇച്ചൂസും കൺമണിയൊക്കെ ചെറുതായതുകൊണ്ട് ഇവർ കൈവിട്ടാൽ ഒറ്റ ഓട്ടമാണ്. ഈ പല വഴിക്ക് ഓടുകയാണ്. എൻ്റെ അനിയത്തി അഞ്ചും ചേച്ചിയും ചേച്ചിമ്മയും കൂടെയാണ് ഇവരെല്ലാം കൂടെ മാനേജ് ചെയ്യുന്നത്. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന ടൈമിൽ ഓരോരുത്തർ ഓരോ വഴിക്ക് ഓടുകയാണ്. ചേച്ചിമ്മയാണ് പിടിച്ചുകൊണ്ട് നടക്കുന്നത് അല്ലൂസിനെ. അമ്മൂസിനാണെങ്കിൽ പൂവും ചെടിയും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ പോയാലും പൂവൊക്കെ കളക്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അമ്മൂസിന്. അവിടെ നിന്ന് പറക്കരുതെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് പറക്കാൻ പറ്റുന്നില്ല. അവിടെ വീണ് കിടക്കുന്ന ഒരു പൂവ് എടുത്ത് ഒരു സമാധാനത്തിൽ നടക്കുകയാണ് അമ്മൂസ്. അല്ലൂസ് ചേച്ചിമാർ കൈ വിട്ട് ഓടാൻ നോക്കുന്നുണ്ട്. ചേച്ചിമ്മ പുറകെ ഓടി പോയി പിടിക്കാൻ നോക്കുന്നു. ഇവിടെ ഗാർഡനിൽ കയറിയതിന് ശേഷമുള്ള ചെറിയൊരു കുളമാണ്. ഇതിനകത്ത് അത്യാവശ്യം വലിപ്പമുള്ള മീനുകളുണ്ട്. അപ്പോൾ അത് ആ സൈഡിലാകുമ്പം കാണാൻ പറ്റത്തില്ല. ഇവർ ബിസ്ക്കറ്റ് മക്കൾ ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കുമ്പോഴാണ് അത് കഴിക്കാൻ വേണ്ടി വരുന്നത്. അങ്ങനെ ഒരുപാട് ലോങ് ആയിട്ട് കിടക്കുകയാണ് ഗാർഡൻ. നമുക്ക് നടന്ന് കണ്ടാലും തീരത്തില്ല. ഞങ്ങൾ മൊത്തം കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോഴേക്കും ഈവനിങ് ഒക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ബസ്സിന് തിരിച്ചു പോകാനുള്ളതുകൊണ്ട് ഞങ്ങൾ വേഗം പോരുക ചെയ്തത്. കണ്ട് തീരല്ല, നമ്മൾ ഒരുപാട് അങ്ങനെ കിടക്കുകയാണ് സ്പേസ്. ചെറിയ ചെറിയ കുളങ്ങളും ആമ്പലും മീനുകളും ഒക്കെ ആയിട്ട് കാണാനുണ്ട്. ശരിക്കും നമുക്ക് ഒരു റിലാക്സേഷൻ തോന്നും കേട്ടോ. കാരണം വെയിലൊക്കെ ഉണ്ടെങ്കിലും ഒരു കൂളിംഗ് തോന്നും. മൈൻഡിനും കണ്ണിനും ഒക്കെ നമുക്കൊരു കൂളിംഗ് തോന്നും ഇതിനകത്തോട്ട് നടക്കുമ്പോൾ. അവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾക്കനുസരിച്ച് ഗാർഡൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ കുറച്ച് മുന്നേ കണ്ടത് അക്വേറിയമൊക്കെ ഉള്ളൊരു ഗാർഡൻ ആയിരുന്നു. ഇതിനിപ്പോൾ ടാക്സോണമി ഗാർഡനാണ്. ഈ ചെറുതായിട്ട് മരങ്ങൾ, കവുങ്ങും ചെറിയ പനയോ അങ്ങനെയൊക്കെ ഉള്ളതാണ് ഈ ഗാർഡൻ്റെ ഈ ഒരു ഏരിയയിലുള്ളത്.
ഫൈസിയാണിത്, ചേച്ചിയുടെ മോനാണ്. ആര്യനൊക്കെ ബ്രോ എന്നാണ് വിളിക്കുക. അവൻ അല്ലൂസിനെടുത്ത് കളി തുടങ്ങിയതാണ്. ഫൈസിയും ആര്യനും ഈ റോൾ ചെയ്ത് പോകുന്നത് കണ്ടിട്ട് അല്ലൂസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അല്ലൂസിന് ഉരുളാൻ പറ്റുന്നില്ല. അല്ലൂസ് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്, പക്ഷേ അല്ലൂസിന് അത്രയ്ക്ക് അങ്ങോട്ട് സക്സസ് ആവുന്നില്ല. പിന്നെ ഇവിടെ ഇങ്ങനെ ഈ ടാക്സോണമി ഗാർഡനിൽ ഒരുപാട് പുൽത്തകിടിയാണ്. നമുക്ക് ഇങ്ങനെ ഇരിക്കാനും പറ്റും. മക്കൾ കിടക്കുന്നുണ്ട്, ഇരുന്ന് ഫുഡ് കഴിക്കുന്നവരുണ്ട്, വെറുതെ റിലാക്സ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെയുണ്ട് ഈ ഏരിയയിൽ. ആര്യൻ്റെയും വൈസീരെയും കണ്ടിട്ട് ആദ്യം അല്ലൂസ് വന്നു. ഇനിയിപ്പോൾ കൺമണി വന്നിട്ട് ഉരുണ്ട് നോക്കുന്നുണ്ട്. പക്ഷേ കൺമണിക്ക് അങ്ങനെ അങ്ങോട്ട് പറ്റുന്നില്ല. കൺമണി കിടന്ന് നോക്കുന്നുണ്ട്. കൺമണിക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഇങ്ങനെ ഈ ഒരു ഇങ്ങനെ വൈഡായിട്ട് കിടക്കുന്ന ഏരിയ കാണുമ്പോൾ മക്കൾക്ക് ഭയങ്കര സന്തോഷമാണ്. പ്രത്യേകിച്ച് പുൽത്തകിടിയൊക്കെ ആണെങ്കിൽ പിന്നെ നമ്മൾ ചെളിയാവുന്നൊന്നും പേടിക്കാനുമില്ല. അവരങ്ങനെ ഓടി കളിച്ച് നടക്കുകയാണ്. അമ്മൂസും ഇച്ചൂസുമാണ് ബെസ്റ്റ് കമ്പനി. ഇവരെവിടെ പോയാലും ഇച്ചൂസ് അമ്മൂച്ചേച്ചിയെ വിളിച്ച് കൂടെ നടക്കും. ആര്യം കൺമണീനെ ഹെൽപ്പ് ചെയ്യാണ്. ഉരുണ്ട് കളിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോവാണ്. അവിടെ കിടത്തിയൊക്കെ നോക്കുന്നുണ്ട്. കിടത്തി കൊടുക്കുന്നുണ്ട് അവൾക്ക് ഉരുളാൻ വേണ്ടിയിട്ട്. പക്ഷേ മനസ്സിലായില്ല. ഉരുട്ടി കൊടുക്കുന്നൊക്കെ ഉണ്ട് ആര്യൻ, എന്നിട്ട് നമുക്ക് പറ്റത്തില്ല. പക്ഷെ അവൾ ഒറ്റയ്ക്ക് ട്രൈ ചെയ്യാൻ പറ്റുമോ നോക്കുക. ആര്യൻ ചെയ്യുന്നത് കണ്ടിട്ട് കൺമണി ഇനി ഒന്നുകൂടെ വരിക. അങ്ങനെ കൺമണിക്കൊന്ന് സക്സസ് ആയതിൻ്റെ സന്തോഷത്തിലാണ് അവൾ. ഉരുണ്ട് അവസാനം കുത്തി മറിയൊക്കെ ചെയ്യുന്നുണ്ട് കൺമണി. ആര്യനും ഫൈസിയും ഓടിക്കളിക്കുകയാണ്. അങ്ങോട്ട് ഓടുന്നു, ഇങ്ങോട്ട് ഓടുന്നു, എറിഞ്ഞു നോക്കുന്നു, കാല് പിടിച്ച് തള്ളിയിടുവോ ഒക്കെ ചെയ്യുന്നുണ്ട് അവർ. നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അവിടെ സ്ലൈഡറിൻ്റെയൊക്കെ അവിടെ അവർ കുറച്ച് ടൈമേ കളിച്ചുള്ളൂ. ഇവിടെ വന്നിട്ടാണ് കൂടുതൽ ടൈം കളിക്കുന്നത്. ഇവിടെ നിന്ന് തിരിച്ചു പോകാനായി, നമുക്ക് ഈവനിങ് ആയി, ബസ് കിട്ടണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് പോരാൻ തീരെ താല്പര്യമില്ല. കാരണം അങ്ങനെ കിടക്കുകയാണല്ലോ സ്ഥലം. ഞങ്ങൾ ഓടി കളിച്ച് തീർന്നില്ല, മതിയായില്ല, കുറച്ച് ടൈമും കൂടെ ഇവിടെ സ്പെൻഡ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു നോക്കി. ഫൈസിയുടെ പുറത്ത് ആര്യനും കൺമണിയും ഇച്ചൂസും ഒക്കെ ഇരുന്ന് അങ്ങനെ കളിക്കുകയാണ്. അമ്മൂസും കൂടെ എത്തിയിട്ടുണ്ട് ഫൈസിയുടെ പുറത്തിരിക്കാൻ. ഇനി ഇച്ചൂസിനെ കാല് പിടിച്ച് വലിച്ചു കൊണ്ടുപോവാണ് ആര്യൻ. ഇച്ചൂസിന് അതൊക്കെ ഒരു രസമാട്ടോ, അത് രസമായിട്ട് അത് എൻജോയ് ചെയ്ത് കിടക്കുക. ഫൈസിയുടെ പുറത്ത് എണീറ്റ് നിന്നിട്ട് ജമ്പ് ചെയ്യാനാണ് ആര്യൻ ട്രൈ ചെയ്യുന്നത്, പക്ഷെ പറ്റുന്നില്ല. ഈ കുറുമ്പിയുടെ വീഡിയോ എടുത്താൽ നമുക്ക് മതിയാകത്തില്ല. അവൾ കൂടെ ടൈം സ്പെൻഡ് ചെയ്താൽ നമുക്ക് ബോറടിക്കത്തില്ല. അത്രയ്ക്കൊരു കുറുമ്പുള്ള കൺമണിയാണ്.
ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ്, കാരണം കണ്ട് കഴിഞ്ഞിട്ടില്ല. അങ്ങോട്ട് സെപ്പറേറ്റ് ഇനി ഓരോരോ ഏരിയാസ് ഉണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് ഇനി ഇവിടുന്ന് നേരിട്ട് മുക്കത്തേക്ക് ബസ് കിട്ടുമോ എന്ന് അറിയത്തില്ല. ചിലപ്പോൾ അരീക്കോട് വരെ കിട്ടും, അവിടെ നിന്ന് അങ്ങനെ മാറി കയറി പോകേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങളൊരു 5 മണി കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് തിരിച്ചു പോരുവാണ്. മക്കൾക്ക് കണ്ടിട്ട് മതിയാകുന്നുമില്ല, അവർ കളിച്ചിട്ട് മതിയാകുന്നില്ല. പിന്നെ ഐസ്ക്രീം വാങ്ങി തരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് തിരിച്ച് കൂട്ടിക്കൊണ്ട് പോകുന്നത്, ഇറക്കിക്കൊണ്ട് വന്നത് അവിടുന്ന്. ഇനിയും കൂടുതൽ ടൈം നിൽക്കാം, നമുക്ക് നൈറ്റ് പോകാം ഇവിടുന്ന്, അതുവരെ ഇവിടെ നിൽക്കാമെന്നൊക്കെ പറഞ്ഞു. ഐസ്ക്രീം ഓഫർ ചെയ്തിട്ടാണ് ഗാർഡനകത്ത് നിന്ന് കൊണ്ട് പുറത്തിറക്കി കിട്ടിയത്. ആരിനും പൈസയൊക്കെ ചോക്ലേറ്റ് ഐസ്ക്രീമാണ് മേടിക്കുന്നത്. ഓരോരുത്തർക്ക് ഓരോ ഫ്ലേവേഴ്സാണ് വേണ്ടത്. ഇറ്റൂസ് സ്ട്രോബെറി, അമ്മൂസ് സ്ട്രോബെറിയോ, അവർ ഫ്രണ്ട്സാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അവർ സെയിം ഐസ്ക്രീം മേടിച്ച്. ഇതവിടെ ഗാർഡൻ, ഈ മ്യൂസിയത്തിനടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ഐസ്ക്രീമൊക്കെ കിട്ടുന്നൊരു സ്ഥലമുണ്ടെന്ന്. അലൂസിന് അത് ഇത്തിരി കഴിക്കത്തുള്ളൂ, അതുകൊണ്ട് അങ്ങനെ നടക്കും. കൺമണിക്ക് ഐസ്ക്രീം കഴിക്കാൻ അറിയില്ല, അതുകൊണ്ട് കൺമണി വെള്ളം കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ്. ഇത് കുറച്ച് പിക്സാണ് ഞങ്ങൾ അവിടുന്ന് മ്യൂസിയത്തിൻ്റെ മുന്നിൽ നിന്ന് എടുത്തതാണ്. താങ്ക് യു.